നമ്മുടെ രാവിലെ എണീറ്റിട്ട് രണ്ടെണ്ണത്തിനും കൂടെ പരിപാടി നോക്ക്. എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? അക്കടു ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. നമ്മളിതാ ഒരുങ്ങി കഴിഞ്ഞൊരു വീഡിയോ ഒരു റീൽ എടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അല്ലേ? വീഡിയോയിൽ കാണാം. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകുകയാണ്. അപ്പോൾ നമുക്ക് അടുക്കളയ്ക്ക് പോവാം. അപ്പോൾ ഗൈസ് ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. ചേച്ചി ഞങ്ങളെല്ലാവരും കൂടെയാണ് ഉണ്ടാക്കുന്നത്. അക്കുടു ഉണ്ടല്ലോ, അക്കുടു ഉണ്ട്. നമ്മളിപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് അതെ ഒണിയനും കൂടെ എടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവര് അരിഞ്ഞോണ്ടിരിക്കുകയാണ്. നമുക്കത് കാണാം. അക്കുടുണ്ടെന്ന് കാണിച്ച നാരങ്ങയാണ് സാധനം. അക്കുടുണ്ടേലാണ് അത് വെച്ചേക്കണേ. പിഴലടാ അപ്പൊ ഗൈസ് നമ്മളിപ്പോ ചിക്കൻ ഭയങ്കര ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളതെല്ലാം ഓരോന്നായിട്ട് വിടിപ്പിച്ചിട്ടാണ്. ഇപ്പൊ ചേച്ചി അവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ഉണ്ട്. എടുക്കുന്നുണ്ടാണേ. നമ്മൾ ചിക്കനിലിടാനുള്ള മസാല ഇടാൻ പോവാണ്. തക്കടും കടും കൂടാണ് ഇടുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ ഇടുന്നത്? മസാലപ്പൊടി ഇട്ടോ കൊടയി. അത് കഴിഞ്ഞിട്ട് നമ്മളെന്താണ്, കുരുമുളക് പൊടി 2 സ്പൂൺ ഇട്ടോ, കുറച്ച്. ഇനി നമ്മൾ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇടാൻ പോവാണ്. ഇച്ചിരി കുരുമുളക് കുറേ ഇട്ടോണ്ട് ഇച്ചിരി മതി. മതി. ഇനി അക്കുടുവിന് മുട്ട പൊട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അക്കുടു മുട്ട പൊട്ടിച്ചിടാൻ പോണ സ്കില്ല് കാണിക്കാൻ പോണേണ്. കൈ മുറിയരുത്. പൊട്ടിക്ക്. ഏതേ മുട്ടയുടെ ഉണ്ണി. ഇനി എന്താ ഒരെണ്ണം കൂടെ ഇടണമല്ലോ, നാരങ്ങ നീര്. അത് അക്കുടു പിടിച്ചതാ ഫസ്റ്റ്. താഴത്ത് വയ്ക്കല്ലേ, പിഴിയാൻ പറ്റണ്ട. യെസ്, അങ്ങനെ നമ്മളെ സാധനങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് തന്നാ ഓക്കെ. ഒരെണ്ണം മതി. ഓക്കെ ഫൈൻ. ജിഞ്ചർ ഗാർലിക് അന്നേരത്തെ ഇടാൻ മറന്നു അല്ലേ കേട്ടോ. ഓക്കെ, ഇനി അക്കുടും അത് കുഴയ്ക്കാൻ പോവാണ്. കുഴച്ചോ. എങ്ങനെയുണ്ട് അക്കുടു? തണുപ്പുണ്ടോ? നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം. ഫ്രിഡ്ജിൽ വെച്ചോ, ഫ്രീസറിൽ വെച്ചോ. ഫ്രീസറിൽ വെച്ചോ, ഫ്രീസറിൽ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ എന്ത് ചെയ്യാൻ പോകുന്നു? എടുക്കാൻ കുറച്ച് നേരം വയ്ക്കാൻ പറ്റുള്ളൂ, പക്ഷെ എന്നാലും വിശക്കുന്നതുകൊണ്ട് നമ്മൾ വേഗം എടുത്തല്ലേ. ഇനി അത് വറുക്കാൻ പോകണം. കൂടെ അവിടെ വറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതെ, ചുമ്മാ ഇരിക്കുന്നു. പാനൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഗ്യാസ് കത്തിച്ചിട്ടില്ല. ചെറുക്കെ എൻ്റെ അക്കുടു ഗ്യാസ് കത്തിക്കാൻ പോകുന്നു. വേണ്ടയ്ക്ക് ഗ്യാസ് ഉള്ളതല്ലേ. യെസ്, ഇനി വെളിച്ചെണ്ണ വയ്ക്കണം. എണ്ണ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതെ, അക്കുടു അപ്പോഴേക്കും അവിടെ കുഴയ്ക്കുന്നുണ്ട്. ഇനി അതെടുത്ത് ഓരോന്നായിട്ട് ഇടണം അല്ലേ. ചൂടായി വന്നിട്ടുണ്ട്. പയ്യെ ഇട്ടോ, തുടങ്ങിക്കോ. മേത്തേക്ക് ഇടരുത്, നീന്ന് എറിയരുതിട്ടാ, എൻ്റെ അകത്തേക്ക് ഇടണേ. അങ്ങനെ ഫസ്റ്റ് വന്നിട്ട് കടുവിനിടണോ? കടു കിട്ടോ, കൈയ്യട് കിട്ടുക. കടുമൂളിടാൻ പോവാണ്. വെള്ളം ഇട്ട് പൊട്ടിത്തെറിക്കരുത്. നമ്മുടെ ചിക്കൻ എല്ലാം അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അത് എല്ലാ ചിക്കനും ഇട്ടിട്ടുണ്ട്. മുട്ട ഇട്ടതുകൊണ്ടാന്ന് തോന്നുന്നു കുറച്ച് വെളുത്തിരിക്കുന്നത്, പക്ഷെ എന്തായാലും കഴിച്ച് നോക്കാം.
മോള് ചോറും കറിയൊക്കെ ഇതാ വിളമ്പുന്നുണ്ട്. നമ്മുടെ ചിക്കൻ അപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ അവിടെ തുറക്കും. എന്തൊക്കെയാ ആയിട്ടുണ്ട് നോക്കട്ടെ. ചിക്കൻ പറയാം കൊള്ളാവോ? ഉപ്പുണ്ടോ? ഓക്കെ. എവിടെ ചിക്കൻ തിന്നാ? ഇവിടെ ചിക്കൻ തിന്നാ? എങ്ങനെയുണ്ട്? വീട്ടിൽ കുറേ നേരം ഇരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. കടുവുണ്ട്, അക്കുടും അവിടെ. എവിടെ നമ്മൾ വന്നേക്കുന്നത്? എവിടെ? സെൻട്രൽ സ്ക്വയറിൽ. ഇവർ ലുലുവിൽ കൊണ്ടുവന്ന ശേഷം ലുലുവിൽ അവർ നേരത്തെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ സെൻട്രൽ സ്ക്വയർ മാളിൽ വന്നതാണ്. തൃശ്ശൂരിൽ നിന്ന് ആർക്കാഴുതാ ഐ ലവ് കൊച്ചി സെൻട്രൽ സ്ക്വയറിൽ വന്ന് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കറങ്ങിയിട്ടൊക്കെ വന്നേ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ. എന്താ സെൻട്രൽ സ്ക്വയർ മാള് വിട്ടിട്ട് ഞങ്ങൾ ലുലു മാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. നമ്മുടെ ഫേസ് എന്ത് മുഖം കണ്ടില്ല അക്കുടുവിൻ്റെ. നമ്മളിപ്പം ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. പക്ഷെ അവിടെ നിന്ന് ഇപ്പം ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് നമ്മൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് കഴിക്കും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. പ്ലേറ്റ് എടുത്തു. നമ്മളിച്ചിരി വെള്ളം കുടിക്കണം, വെള്ളം മേടിക്കണം. ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതാ ബിരിയാണി ഉണ്ട്. ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഫുഡ് കോർട്ടിലേക്കാണ് ഇനി ഫുഡ് കഴിക്കാൻ പോകുന്നത്. വിൻഡോസ് എടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാ അവരിപ്പോൾ പൊട്ടിക്കാൻ പോവാണ്. പൊട്ടിച്ച് വെച്ചോ ഓൾറെഡി. ഇനി അത് തുറന്ന് തുറന്നു. കഴിക്കാൻ പോവാണ്. കഴിച്ച് നോക്കട്ടെ. ബാക്കി ഇതാ കഴിക്കുന്നുണ്ട്. കൊള്ളാവോ? ഇഷ്ടമായോ? ഇഷ്ടമായി. ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ഒരാൾ കരഞ്ഞു കേട്ടോ. എന്തിനാ കരഞ്ഞതെന്ന്? ഞങ്ങളെ കാണാണ്ട് ഒരാൾ കരഞ്ഞു. എന്നിട്ട് പറയാണ്ട് വന്നത് അതിയാൾ ഋഷിപ്പൊക്കെ. നമ്മുടെ ഇവിടെ ഉണ്ണിയുടെ ഫ്രണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മേടിച്ച ബിരിയാണി ഞങ്ങൾക്ക് തികഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടെ ഫുഡ് കഴിക്കാൻ പോവാം. ലുലുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അൽറീമയിൽ വന്ന് കഴിക്കാൻ പോവാണ്. പിള്ളേർ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വരുന്നത്. അപ്പം അവർ വഴുതിട്ട് വേറെ ഹോട്ടലിൽ പോയി. നമ്മളിവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് അവർ വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യണം. വഴുതെറ്റിപ്പോയ ആൾക്കാർ ഇത് എത്തിയിട്ടുണ്ട്. എവിടെ പോയി? ഒരു മന്തി വന്നു. ഇത് 2 പറഞ്ഞില്ലേ? യെസ്. ഇങ്ങനെ കൂടി ഇഷ്ടമായോ? മറ്റേത് വെച്ചിട്ട് വിഷമം മാറിയില്ലേ? പിന്നെ എന്തിനാ കഴിക്കുന്നത്? എനിക്കോ എന്താ പറയാനല്ലേ? ഞങ്ങൾ ലുലുന്ന് കഴിഞ്ഞ് ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പാർക്കിംഗ്
പാർക്കിൽ പോകണം. അക്കൂടെ ഒക്കെ വേറെ വണ്ടിയിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ വേറെ വണ്ടിയിൽ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി പാർക്കിൽ നമ്മൾ പാർക്കിലെത്തി. അമ്മേനെയും ചേച്ചീനെയും കണ്ടുപിടിക്കണം. കിട്ടിയിട്ടുണ്ട്, കരങ്ങന്മാരെ കിട്ടിയിട്ടുണ്ട്. എന്തായി? ഏതേപോലെ ഇറങ്ങാറിയോ? പിന്നെ ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ഒരു ഉണ്ണിവാവ ഊഞ്ഞാലിലിരിക്കണ കാണിച്ചു തരാം. അപ്പം എങ്ങനെയുണ്ടായി പോയി വന്നിട്ട്? എവിടെയൊക്കെ പോയി? ആദ്യം സെൻട്രൽ സ്ക്വയർ മാള്, പിന്നെ മാള്, അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു. അവിടെ എന്തോ അവിടെയാണ്ട് ഒരു കുറെ സാധനങ്ങളിലൊക്കെ കളിച്ചു. അത് ചിക്കൻ ബിരിയാണി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുഴിമന്തി കഴിച്ചു. പിന്നെ പാർക്കിൽ പോയി. പോയി വരുന്ന വഴി എന്താ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. ബസ് കയറി, ഓട്ടോ കയറി, കാറ് കയറി. ഞാൻ എന്താ സ്ക്രീൻ കാർഡ് പൊളിച്ച് കളഞ്ഞ്. കുഴപ്പമില്ല, അല്ല ഇത്രയേ ഉള്ളൂ. കേട്ടാ, ബാക്കി നാളൊന്നുമില്ല. ബാക്കി നാളെ നിങ്ങൾ രാവിലെ പോവും. നാളെ രാവിലെ തൃശ്ശൂർ പോവും. അപ്പം 2 ദിവസം എറണാകുളത്ത് നിന്ന് കഴിഞ്ഞു. അങ്ങനെ ഉണ്ടായി? ഇഷ്ടമായോ? ഇഷ്ടമായി. ഇനി അടുത്ത വെക്കേഷൻ ടാറ്റാ ബൈ പറഞ്ഞിട്ട് പോവാം. ഒരുമിച്ച് ബൈ പറഞ്ഞിട്ടോ. ബൈ.